ആലപ്പുഴ ജില്ലയിൽ എൻ്റെ നിയോജകമണ്ഡലമായ ഹരിപ്പാടാണ്. കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകം ഉണ്ടായത്. ആ കൊലപാതകം 24 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ പ്രതികളെ പിടിച്ചു. ഭംഗിയായി കേരള പോലീസ് അതിൻ്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി. ആലപ്പുഴ SP, അതോടൊപ്പം തന്നെ DIG എല്ലാവരും അതിനകത്ത് വളരെ ശുഷ്കാന്തി കാണിച്ചു. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നന്നായി കുറ്റാന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കുകയാണ്. ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആലപ്പുഴ ജില്ലാ SP വിഷ്ണുവിനെയും അതോടൊപ്പം തന്നെ DIG ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കുറ്റകൃത്യങ്ങൾ നടന്നാൽ എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പോലീസിൻ്റെ നിലപാട്. അക്കാര്യത്തിൽ വളരെ ശുഷ്കാന്തിയോടെ അവർ പ്രവർത്തിച്ചു. അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. യതീഷ് ചന്ദ്ര SP എന്നീ വിഷ്ണു അവർ രണ്ടുപേരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. അതോടൊപ്പം തന്നെ ഹരിപ്പാട് കായംകുളം മേഖലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും അഭിനന്ദനം അറിയിക്കുന്നു. ചെറിയ കുട്ടികളാണ് പിടിയിലായിരിക്കുന്നത്. ചെറിയ കുട്ടികൾ ഈ ഉച്ചവാസന വരുന്നുണ്ട്. അതിലെന്തെങ്കിലും ആഭ്യന്തര വകുപ്പിന്റെ ഒരു ശ്രദ്ധ ഉണ്ടാകുമോ? എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അത് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഈ ചെറിയ കുട്ടികളാണ്, അവർക്ക് എങ്ങനെയാണ് ഈ കുറ്റകൃത്യങ്ങൾ അവർക്ക് ഉണ്ടാകുന്നത് എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. മയക്കുമരുന്ന് ഒരു കാരണമാണ്. മയക്കുമരുന്ന്, അതുകൊണ്ടാണ് മയക്കുമരുന്നിനെതിരെ ഏറ്റവും ശക്തമായ ഒരു നിലപാട് കേരള ഗവൺമെൻറ് എടുക്കുന്നത്. ഓപ്പറേഷൻ തുഫാൻ വൻപിച്ച മുന്നേറ്റമാണ്. കേരളത്തിൽ, ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണ് ഓപ്പറേഷൻ തുഫാൻ. അത് വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നു. കൂടുതൽ ശക്തമായി ഓണം കഴിഞ്ഞാൽ വീണ്ടും മുന്നോട്ട് പോകും. ഈ ഓണക്കാലത്ത് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുകയും അതോടൊപ്പം തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നവർക്ക് നേരെ കർശന നടപടി പോലീസ് എടുക്കും. അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അല്ല, കേരളത്തിൽ നിന്നുമുണ്ട്. അവർ പറയുന്നത് ശരിയാണ്. കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, കർണാടക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും DGPമാരുടെ യോഗം നമ്മൾ കൂടിയത്. ഓരോ IG-മാരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ പരസ്പരം ഇൻ്റലിജൻസ് ഷെയറിങ്ങും ഇൻഫർമേഷൻ ഷെയറിങ്ങും നടത്തുന്നുണ്ട്. കൃത്യമായി പ്രതികളെ കണ്ടെത്തുക, കൃത്യമായി ഈ മയക്കുമരുന്ന് വ്യാപാരികളെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിൻ്റെ സമീപനം. അതുകൊണ്ടാണ് ഓപ്പറേഷൻ തുഫാന് വൻപിച്ച ജനപിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഇതൊന്ന് പറയട്ടെ. ഇത് അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും സക്സസ്ഫുള്ളായി ഓപ്പറേഷൻ തുഫാൻ മാറിയിട്ടുള്ളത്. ഓണക്കാലത്ത് വളരെ ശക്തമായ നടപടികളെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഒരു കാരണവശാലും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഓപ്പറേഷൻ തുഫാൻ എല്ലാവരുടെയും പിന്തുണ ലഭിച്ചു വരികയാണ്.